നമസ്കാരം. ദേവരാജശ്രീയുടെ എല്ലാ പ്രേക്ഷകർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ദേവരാജൻ മാസ്റ്റർ ഈണം നൽകിയ ക്രിസ്തീയ ഭക്തിഗാനങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ഇന്ന് എന്നോടൊപ്പം എത്തിയിരിക്കുന്നത് മാസ്റ്ററുടെ സംഗീതപരമായ വർക്കുകളിൽ മാസ്റ്ററുടെ അസിസ്റ്റൻ്റ് ആയിരുന്ന വ്യക്തിയും മാസ്റ്ററുടെ ശിഷ്യൻ കൂടിയായ ശ്രീ ബി പ്രകാശാണ്. സ്വാഗതം. നമസ്കാരം. മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ക്രിസ്തീയ ഭക്തിഗാനങ്ങൾക്ക് ഈണം നൽകിയത് മാസ്റ്റർ ആയിരിക്കും അല്ലേ? അതെ, ചലച്ചിത്ര ഗാനം എടുത്താലും നാടക രംഗത്തായിരുന്നാലും മാസ്റ്ററാണ് ഏറ്റവും കൂടുതൽ ക്രിസ്തീയ ഗാനങ്ങൾ ചെയ്തതെന്നാണ് എൻ്റെ ഒരു അറിവിൽ. എനിക്ക് തോന്നുന്നു അതിൽ കൂടുതലും വയലാർ രാമവർമ്മയുടെ വരികളായിരിക്കും. തീർച്ചയായിട്ടും അതങ്ങനെയാണ് വരുന്നത്. വയലാർ രാമവർമ്മയാണ് ഏറ്റവും കൂടുതൽ ക്രിസ്തീയ ഗാനങ്ങൾക്ക് മാസ്റ്ററിന് വേണ്ടി വരികൾ എഴുതിയിട്ടുള്ളത്. അത് വളരെ സത്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആ ഗാനങ്ങളെല്ലാം ഇന്നും എല്ലാവരുടെയും മനസ്സിൽ, മലയാളികളുടെ മനസ്സിൽ ഒരു പുതുമ നഷ്ടപ്പെടാതെ എല്ലാവരും മൂളിക്കൊണ്ട് നടക്കുകയാണ്. അപ്പോൾ ഇന്ന് ഈ ഗാനങ്ങളെ പറ്റിയൊക്കെയുള്ള രസകരമായ പല കാര്യങ്ങളും ഞങ്ങൾക്ക് നിങ്ങളോട് സംസാരിക്കാനുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യം ഏത് പാട്ടാണ് നമ്മൾ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുന്നത്? ഇന്ന് നമ്മൾ ആദ്യമായിട്ട് 1972 വയലാർ എഴുതി ദേവരാജ മാസ്റ്റർ ട്യൂൺ ചെയ്ത് ദേവരാജ മാസ്റ്ററിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രിയ ഗായിക എന്ന് പറയുന്ന പി സുശീലാമ്മ ആലപിച്ച ഒരു തിരുകുടുംബത്തെക്കുറിച്ചിട്ടുള്ളൊരു ഗാനമാണ്. തിരുകുടുംബം എന്ന് പറയുന്നത് എന്താണെന്ന് ആതിരയ്ക്ക് മനസ്സിലായിട്ടുണ്ടോ? അറിയാമോ? മാതാവ് ക്രിസ്തു, യേശുക്രിസ്തു, മാതാവ്, ഔസേപ്പ് പിതാവ്, അങ്ങനെ അവർ മൂന്നുപേരും അടങ്ങുന്നതാണ് തിരുകുടുംബം. ഈ തിരുകുടുംബത്തിനെ കുറിച്ചുള്ള ചലച്ചിത്ര ഗാനം ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്ന മാസ്റ്ററിൻ്റെ ഗാനമാണ്. പിന്നെ ഞാൻ കേട്ടിട്ടില്ല. വേറെ മറ്റുള്ളവർ എഴുതിയത് ഉണ്ടാവാം, വയലാറിന് പകരം സംഗീതമുണ്ട്. പക്ഷേ ചലച്ചിത്രത്തിന് വേണ്ടി ചെയ്തേക്കുന്ന ഇവരുണ്ട്. ഈ ഗാനമാണ് എൻ്റെ ഓർമ്മയിൽ വരുന്നത്. ആ ഗാനത്തെക്കുറിച്ച് പറയാൻ വേറൊരു പ്രത്യേകത ഇവിടെയുണ്ട്. കാരണം 90 കാലഘട്ടത്തിൽ ഞാൻ ദേവരാജ മാസ്റ്ററിൻ്റെ വീട്ടിൽ സ്ഥിരമായിട്ടുള്ളൊരു സന്ദർശകനായിരുന്നു. അപ്പോൾ മാസ്റ്ററിൻ്റെ കൂടെ പല സ്ഥലത്തുമൊക്കെ പോകുന്നത് ഞാൻ പോകാറുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ മാസ്റ്ററിൻ്റെ ഭാര്യാഗൃഹം ചങ്ങനാശ്ശേരിയിലാണ്. അപ്പോൾ അവിടെ പോയിട്ട് ഞങ്ങൾ 1-2 ദിവസം അവിടെ ഉണ്ടായിരുന്നു. അവിടെ വേറെ 1-2 മാസ്റ്റർ ചില പേഴ്സണൽ കാര്യങ്ങൾക്ക് വേണ്ടി പോയതാണ്. തിരിച്ച് ഞങ്ങൾ വരുമ്പോൾ ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഞങ്ങൾ ചെന്നൈ മെയിലിലാണ് വന്നത് ഞാൻ മാസ്റ്റർ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി അതിനകത്ത് വന്നു. ട്രെയിൻ വരുമ്പോൾ ചെങ്ങന്നൂരിൽ നിന്നൊരു ചെറുപ്പക്കാരൻ ഞങ്ങളുടെ കമ്പാർട്ട്മെൻറ്റിൽ കയറി. അപ്പോൾ പുള്ളിക്കാരൻ ഞങ്ങൾ ഇരിക്കുന്നതിൻ്റെ അടുത്ത് വന്നിരുന്നു. അപ്പോൾ പുള്ളി ഇങ്ങനെ ഇരുന്നിട്ട് പുള്ളിക്ക് മാസ്റ്ററിനെ മനസ്സിലായി, ഈ ചെറുപ്പക്കാരന്. അപ്പോൾ പുള്ളി അവിടെ നിന്ന് എണീറ്റ് ഞാൻ മാസ്റ്റർ ഓപ്പോസിറ്റായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് വന്നിരുന്നു. എന്നിട്ട് ഇങ്ങനെ കുറച്ച് നേരം നോക്കിയിട്ട് എന്നെ ചോദിച്ചത് ദേവരാജ മാസ്റ്റർ അല്ലേന്ന് ചോദിച്ചു. ഞാൻ അതേന്ന് പറഞ്ഞു. മാസ്റ്റർ പത്രം വായിച്ചിട്ടിരിക്കുക, മാസ്റ്റർ ഇതൊന്നും ശ്രദ്ധിക്കില്ലല്ലോ. അപ്പോൾ പുള്ളി എൻ്റെ പറഞ്ഞു, ഞാൻ ഗൾഫിലാണ് ജോലി ചെയ്യുന്നത്, ഞാൻ ഒരു ഡ്രൈവറാണ് അവിടുത്തെ. ഓക്കെ. അപ്പോൾ പുള്ളി സൗദി അറേബ്യ ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ പറഞ്ഞത്. അപ്പോൾ പുള്ളി ഈ ബോർഡറിലൊക്കെ രാത്രി ഈ ഇറാഖ് അവിടെയൊക്കെ ഈ വണ്ടി ഓട്ടിച്ചിട്ട് പോകും രാത്രി. ഹെവി വെഹിക്കിളെന്തോമാണ്. അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ ഈ രാത്രിയൊക്കെ ഭയങ്കര മണൽക്കാറ്റും അതും ഇതൊക്കെ അനുഭവിക്കാറുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി ഒരു കാസറ്റ് കരുതി വെച്ചിട്ടുണ്ട് പുള്ളിയുടെ കയ്യിൽ. പുള്ളിയുടെ ഭാര്യ കൊടുത്തയച്ചതാണ്. ആ ഗാനം പുള്ളി ഈ വണ്ടിയിലിട്ട് ആണ് ഇത് പുള്ളിയുടെ ആ ദുഃഖങ്ങളൊക്കെ അകറ്റുന്ന, ആശ്വാസം കിട്ടുന്നത്. ഈ കൊടുങ്കാറ്റും വലിയ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ പുള്ളി ഈ പാട്ട് സൂക്ഷിക്കുമായിരുന്നു എന്ന് പറയും. മാത്രമല്ല പുള്ളിയുടെ ഭാര്യയും നാട്ടിൽ ഈ പാട്ട് എപ്പോഴും കേൾക്കുമായിരുന്നു പറഞ്ഞു. അപ്പോൾ ഈ അനുഭവം ഇദ്ദേഹം പറഞ്ഞതിന് ശേഷം പിന്നെ പല ഈ പ്രവാസികളും എന്നോട് സംസാരിച്ചപ്പോൾ ഈ വിവരം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഈ പാട്ട് ഇങ്ങനെ ചില കാര്യങ്ങളുണ്ട് എന്നുള്ളത്. ഇപ്പോൾ വയലാറൊക്കെ അക്കാലത്ത് എഴുതി വെച്ചേക്കുന്ന അതാണ് ആ പാട്ടിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഓരോ കാലഘട്ടത്തിൽ ഓരോ പാട്ടുകൾ ഹിറ്റായിരിക്കും. അതുപോലെ ഈ പാട്ടിന് എന്തോ ഒരു പ്രത്യേകത ഉള്ളതുകൊണ്ടാണല്ലോ ആ വ്യക്തി അത് മാസ്റ്റർ കാണുമ്പം അത് ഓർത്തതും അത്രയും വികാരഭരിതനായി സംസാരിച്ചതും. അപ്പോൾ ആ പാട്ടിൻ്റെ എന്ത് പ്രത്യേകതയാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ? ആ പാട്ടിൻ്റെ അനുപല്ലവിയും ചരണവും, അനുപല്ലവിയുടെ രചന, അതനുസരിച്ചുള്ള ഈണം, അതാണ് ആ പുള്ളിക്കാരനെ വളരെയേറെ സ്വാധീനിച്ചത്.
ഏതൊരു ദുർഘടമായ പ്രതിസന്ധിയിലും അവർക്കൊരു പ്രത്യാശയുടെ കിരണങ്ങൾ നൽകുന്നതാണ് ഈ അനുപല്ലവി. കേൾക്കുമ്പോൾ ഉണ്ടാകുന്നെന്ന് അയാൾ പറഞ്ഞിരുന്നു അന്ന്. അനുപല്ലവി ഞാൻ പറഞ്ഞുതരാം. എൻ്റെ നെഞ്ചിലെ നൊമ്പരമത്രയും അറിയുന്നവരല്ലേ, എന്നിൽ കനിവുള്ളവരല്ലേ, എത്ര കൊടുങ്കാറ്റടിച്ചാലും ഏത് മരുഭൂവിലായാലും തിരിച്ചു വരും വരെ പ്രിയമുള്ളവൻ അവനൊരു മുള്ളുപോലും കൊള്ളരുതേ എന്നാണ് വയലാർ എഴുതിയേക്കുന്നത്. അപ്പോൾ ഇതാണ് ആ ഭാര്യ വരികളാണ്. അപ്പോൾ ഈ പ്രവാസികൾക്ക് ഇത് അവർ കണ്ണീരോടുകൂടിയാണ് ഇത് കേൾക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നത്. വയലാർ എഴുതിയ ഈ വരികൾക്ക് ദേവരാജൻ മാസ്റ്റർ എങ്ങനെയാണ് ഈണം നൽകിയതെന്ന് നമുക്കൊന്ന് നോക്കാം. തീർച്ചയായും. മാത്രയും അറിയുന്നവരല്ലേ, എന്നിൽ കനിവുള്ളവരല്ലേ, എന്റെ നെഞ്ചിലെ നൊമ്പരമത്രയും അറിയുന്നവരല്ലേ, എന്നിൽ കനിവുള്ളവരല്ലേ. എത്ര കൊടുങ്കാറ്റടിച്ചാലും ഏതും പോയിലാലും, എത്ര കൊടുങ്കാറ്റടിച്ചാലും ഏതു മരുഭൂവിലായാലും തിരിച്ചു വരും വരെ പ്രിയമുള്ളവനവ ഒരു മുള്ളു പോലും കൊള്ളരുതേ. തിരിച്ചു വരും വരെ പ്രിയമുള്ളവനവനൊരു മുള്ളു പോലും കൊള്ളരുതേ. എന്റെ നെഞ്ചിലെ നൊമ്പരമത്രയും അറിയുന്നവരല്ലേ, എന്നിൽ കനിവുള്ളവരല്ലേ. എത്ര കൊടുങ്കാറ്റടിച്ചാലും ഏതു മരുഭൂവിലായാലും തിരിച്ചു വരും വരെ പ്രിയമുള്ളവനവനൊരു മുള്ളു പോലും കൊള്ളരുതേ. ഈശോ മറിയം ഔസേപ്പേ, ഈ അപേക്ഷ കൈക്കൊള്ളണമേ, ഈ പ്രാർത്ഥന കേൾക്കണമേ. മാസ്റ്റർ ഇവിടെ ചെയ്ത ഒരു മാന്ത്രികത എന്ന് പറയുന്നത്, എത്ര കൊടുങ്കാറ്റടിച്ചാലും ഏതു മരുഭൂവിലായാലും തിരിച്ചു വരും വരെ പ്രിയമുള്ളവർ ഒരു മുള്ളു പോലും കൊള്ളരുതേ. ആ തിരിച്ചു വരുന്നവരെ പ്രിയമുള്ളവന് ഒരു മുള്ളു പോലും അവൻ്റെ ശരീരത്തിൽ കൊള്ളരുതേ എന്നുള്ള വാക്കിന് അവിടെ നിന്ന് മാസ്റ്റർ അവിടെ രണ്ട് മധ്യമം അവിടെ കൊണ്ടുവന്നു. ഈ പ്രിയമുള്ളവൻ എന്ന് വരുമ്പോൾ അവിടെ പ്രതിമധ്യമം എന്ന് പറയുന്നത് മനസ്സിലായി കാണും. അത് അത്രയും നേരം ഒരു ശങ്കരാഭരണം റൂട്ടാണ്. ശങ്കരാഭരണം റൂട്ട് പോലെ ഇങ്ങനെ പോയിട്ട് പെട്ടെന്ന് അതൊരു കല്യാണി
അങ്ങോട്ട് വന്നിട്ട് വീണ്ടും തിരിച്ച് ശുദ്ധമധ്യമത്തിൽ വന്ന് ഇങ്ങനെ വരും. ഇതാണ് ദേവരാജൻ മാസ്റ്റർ എന്ന വ്യക്തി ലെജൻഡ് ചെയ്യുന്ന ഒരു പരിപാടി. അദ്ദേഹത്തിൻ്റെ ഇങ്ങനെ ഒരുപാട് ഗാനങ്ങളിൽ ഈ പരിപാടികളുണ്ടാവും. കാരണം അദ്ദേഹം ആ ബ്യൂട്ടി ഇങ്ങനെ എവിടെ വരും എന്നൊക്കെ പുള്ളിക്കറിയാം. ആ പ്രിയനെ കാത്തിരിക്കുന്ന ആ സ്ത്രീക്ക് വേണ്ടിയാണ് ആ ചേഞ്ചുകൾ ദേവരാജൻ മാസ്റ്റർ അവിടെ കൊണ്ടുവന്നേക്കുന്നത്. അത് മാസ്റ്ററായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് ചോദിക്കുമ്പോഴേ മാസ്റ്റർ ഇത് പറയത്തുള്ളൂ. അതിനകത്തപ്പോൾ മാസ്റ്റർ ഒന്നും മിണ്ടത്തില്ല. നമ്മൾ ചോദിക്കും മാസ്റ്റർ ഇത് അങ്ങനെ ഒരു സംഭവം ഉള്ളത് ആ കഥാപാത്രമായിട്ട് ഇത് ബന്ധപ്പെടുത്തിയല്ലേ കൊണ്ടുവന്നേക്കുന്നത് പറയുമ്പോൾ അതേന്ന് പറയും മാസ്റ്റർ. കാരണം വെച്ചാൽ ഈ സിനിമയുടെ സിറ്റുവേഷൻ, ഈ പാട്ടിൻ്റെ സിറ്റുവേഷൻ, അതായത് നായകന് വേണ്ടി ജോണി എന്നുള്ള നായകൻ, ഞാൻ വളരെ കുട്ടിയായിരുന്നപ്പോഴുള്ളൊരു സിനിമയാണിത്. ആ സിനിമ എനിക്ക് അന്നേ ഞാൻ കണ്ടിട്ടുള്ളതാണ്. അടുത്ത കാലത്ത് ആ സിനിമ ഞാൻ കണ്ടിട്ടുണ്ട്, മയിലാടും കുന്ന്. അപ്പോൾ ആ നായകനെ കാത്ത് നായിക ഇരിക്കുമ്പോൾ ആ വിരഹത്തിന് അവർ പാടുന്നത്. അപ്പോൾ അതുമല്ല അവിടെ ആ സിനിമ സബ്ജക്റ്റിൽ കുറച്ച് തീക്ഷ്ണമായ ചില പ്രശ്നങ്ങളിലൊക്കെ ഈ പുള്ളി ഉൾപ്പെട്ടിരിക്കുന്ന അങ്ങനെ ഒരു സാധനം ഉണ്ട് അതിനകത്ത്. ഈ ക്ലൈമാക്സിനോട് അടുപ്പിച്ചാണ് ഈ സോങ് വന്നേക്കുന്നത്. അതുകൊണ്ടാണ് മാസ്റ്റർ അത് ആ രീതിയിൽ ചെയ്തേക്കുന്നത്. മാസ്റ്റർ എപ്പോഴും സിറ്റുവേഷൻ, അവരിൽ നിന്ന് കഥ കേട്ട് സിറ്റുവേഷൻ അറിഞ്ഞിട്ട് മാത്രമേ സംഗീതം ചെയ്യൂ. ദേവരാജൻ മാസ്റ്റർ വയലാറിൻ്റെ ഗാനങ്ങളെന്ന് പറയുന്നത് ആ ജാതി മത ഭേദമന്യേ ആണ്. ഇപ്പോൾ ഈ പാട്ട് ഈശോ മറിയ ഔസേപ്പേ എന്ന് തുടങ്ങുന്ന ഈ ഗാനം വേറെ ആൾക്കാരുടെ പേരിൽ ഈയിടയ്ക്ക് ഞാൻ യൂട്യൂബിൽ കണ്ടു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഇത് ചോദിക്കാനിരിക്കുകയായിരുന്നു. കാരണം ഞാൻ ഈ പാട്ട് റെഫർ ചെയ്യാൻ വേണ്ടി യൂട്യൂബ് എടുത്തപ്പോൾ ആദ്യം തന്നെ വന്നത് മാസ്റ്ററുടെ പേരേ അതിലില്ല. അപ്പൊ എനിക്ക് സംശയമായി ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ. വേറെ ആരോ പാടിയിട്ടൊരു ഓഡിയോ ആണ്, പക്ഷെ മാസ്റ്ററുടെയോ വയലാറിന്റെയോ പേര് ഞാൻ അതിൽ കണ്ടില്ല. ഇതാണ് മാസ്റ്റർ എല്ലാം ഞാൻ നേരത്തെ തന്നെ കഴിഞ്ഞ ഒരു ഓണം എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. മാവേലി നാട് വാണിടും കാലം എന്നുള്ള ട്യൂണ് മാസ്റ്ററിന്റെ ട്യൂണാണെന്ന് ഞാൻ അന്ന് പറയുമായിരുന്നല്ലോ. അതുപോലെയുള്ളൊരു കാര്യമാണ് ഇത്. ഇപ്പോൾ ഈശോ മറിയ ഔസേപ്പേ എന്നുള്ള ഗാനം, ഇതിൻ്റെ ഈണം ദേവരാജ മാസ്റ്ററും വയലാർ രാമവർമ്മയും ചേർന്ന് ഒരു 53 വർഷം മുമ്പ് ഉണ്ടാക്കി വെച്ചതാണ്. ഈ ഗാനം ഇന്ന് വേറെ ആൾക്കാരുടെ പേരിൽ ആയിരിക്കാം ഈ പറയുന്നത് പോലെ യൂട്യൂബിൽ ഉണ്ടാവുന്നത്. വേറെ ആൾക്കാർ പാടിയതും പി സുശീലമ്മ ആയിരിക്കത്തില്ല, ആരെങ്കിലും സ്വാഭാവികം പാടിയിട്ട് ഈ പേര് വരുന്നത് ഇവരുടെ പേരിലായിരിക്കത്തില്ല. ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി, അത് എന്തുകൊണ്ടാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ദേവരാജ മാസ്റ്ററിനെ വയലാറിനെയും ഓർമ്മിച്ചുകൊണ്ട് നമുക്ക് ഇവിടെ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കാം. ഇനിയും ഒരുപാട് ഗാനങ്ങൾ പ്രേക്ഷകർക്കായി പരിചയപ്പെടുത്താനുണ്ട്. അപ്പോൾ അടുത്ത എപ്പിസോഡിനായി നമുക്ക് കാത്തിരിക്കാം.